എല്ലാ ഗോയ്സ് ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. അവൻ ഓൾറെഡി ഇവിടെ വന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. ഈ മുന്നിൽ കാണുന്ന ബാഗിൽ അവൻ ലോണ്ടറിക്ക് കൊടുക്കാനുള്ള സാധനമാണ് എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ പുറത്തേക്ക് പോവാണ്. ഇത് നമ്മളെ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗേറ്റാണ്, ഇതൊരു കവാടാണ്. സോ നമ്മളങ്ങനെ പുറത്തെത്തിയതിന് ശേഷം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ ലോണ്ടറിയിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ മാംഗ്ലൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാളുണ്ട്, സിറ്റി സെൻറ്റർ എന്ന് പറയും. സോ അവിടെയായിരുന്നു. അതിൻ്റെ 7th ഫ്ലോറിലാണ് നമ്മളെ പാർക്കിംഗ് വരുന്നത്. അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ നമ്മളെ BMW ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, എൻട്രൻസിക്ക് പോവുകയാണ്. സോ ഇത് 7th ഫ്ലോർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ ഇത് കാണാൻ പറ്റില്ല. ഇൻ ബിറ്റ്വീൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ അങ്ങനെ നമ്മൾ അകത്ത് കയറി നമ്മൾ എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങുകയാണ്. സോ അങ്ങനെ എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ പറഞ്ഞ് അവനെ കാണിക്കരുത്. അപ്പോൾ എന്തായാലും അവനെ കാണിക്കണമല്ലോ. അങ്ങനെ അവൻ്റെ ഒരു ചെറിയ ഭാഗം കാണിച്ച് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മാളാണ്. അത്യാവശ്യം വലിപ്പമുള്ള, നേരെ നോക്കിയാൽ കാണുന്നുണ്ടാവും, ഒരുപാട് എസ്കലേറ്റർ മീൻസ് ഒരുപാട് ഫ്ലോറൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇതാണ്. സോ അത്യാവശ്യം ആളുകളൊക്കെ വരാറുണ്ട്. ഇത് ദീപാവലി അതിന് കുറച്ച് കുറവാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കയറുന്നത് എടുക്കാമെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലാണ്. സോ ലൈഫ് സ്റ്റൈലിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത്. അങ്ങനെ അത് അവിടെ കയറി അത് എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് എസ്കലേറ്റർ വഴി ഇറങ്ങുകയാണ്. എങ്ങോട്ട്? അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട്, ഗ്രൗണ്ടല്ല അതിൻ്റെ മൈനസ്ക്ക് ഇറങ്ങി അവിടെ ആണ് നമ്മുടെ ജെൻസിൻ്റെ ഡ്രസ്സൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ മൈനസ്ക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ കുറേ നോക്കിയപ്പോൾ ഒരു കോട്ട് സൂട്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ എനിക്ക് തോന്നി അതിട്ടാണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടൊരു കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ അത് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് കുറച്ച് ഷോ കാണിച്ച് മിററിൽ കുറച്ച് നേരം നിന്നു. പിന്നെ അതിൻ്റെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എന്നോട് ചോദിക്കാൻ തുടങ്ങി ഇതിൻ്റെ സൈസ് വേണമെന്നൊക്കെ. അപ്പോൾ പിന്നെ മെല്ലെ ഞാനത് അവിടെ വെച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ താഴോട്ട് വീണ്ടും പോവുകയാണ് എസ്കലേറ്റർ വഴി തന്നെ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ പോകുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. വെസ്റ്റ് സൈഡിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെസ്റ്റ് സൈഡിലെത്തി. വെസ്റ്റ് സൈഡിൻ്റെ ഇതിൻ്റെ ഒരു കോട്ട് സൂട്ട് ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവന് ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയില്ല. അപ്പോൾ അവന് ഈ കോട്ട് സൂട്ട് ആ ഒരു ടൈപ്പാണ് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കുറേ തിരഞ്ഞു. ഇവിടെ കുറേ കളക്ഷനുകളുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒരു സംഗതി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ തിരഞ്ഞ് ഇത് സത്യത്തിൽ ഇന്ന് തുടങ്ങിയതല്ല, 2 ദിവസമായി തിരച്ചിട്ടത്, 2ാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മൾ കുറേ തിരഞ്ഞു. ലാസ്റ്റ് ഞാനൊരു കോട്ടും അതിന് വേണ്ട മാച്ചായിട്ടുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. അങ്ങനെ ഇതിൽ കണ്ടോ നിങ്ങൾ കുറേ പാൻറ് ഉണ്ടായിരുന്നു. അതിനൊരു പാൻറ്റും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ കൊടുത്ത് അവനോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൻ ട്രയൽ റൂം ഇത് അവിടെയാണ്. അങ്ങനെ അവൻ ട്രയൽ റൂമിൽ പോയി ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുന്നത് ഇരിപ്പിടമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇരിപ്പിടം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇനി ബോറടിയാണ്. അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന വരുന്നവരെ ബോറടിയാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ